ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ദോശയ്ക്കും ഇഡലിക്കുമെല്ലാം കഴിക്കാൻ പറ്റുന്ന ഉഴുന്ന് മുളക് പൊടിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ചൂടായ ശേഷം അതിലേക്ക് 1.5 ഗ്ലാസ് ഉഴുന്നിട്ട് കൊടുക്കാം. അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് സാമ്പാർ പരിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുത്ത ശേഷം ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. ഉഴുന്ന പരിപ്പും സാമ്പാർ പരിപ്പും അതുപോലെ തന്നെ കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ നല്ലതായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അയൺ ചീനച്ചട്ടി ആയതുകൊണ്ട് ചൂട് തങ്ങി നിന്ന് വറുത്തെടുക്കാൻ നമുക്ക് എളുപ്പമാണ്. അതുകൊണ്ട് അടികട്ടിയുള്ള ഒരു പാത്രം എടുത്ത് വേണം നമ്മൾ ചെയ്യേണ്ടത്. കട്ടി കുറഞ്ഞ പാത്രമാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ അയൺ കടായിയോ അല്ലെങ്കിൽ അടികട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ വേണം നമ്മൾ ചെയ്യേണ്ടത്. ഇത് ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാതെ തന്നെ നമുക്ക് കറക്റ്റ് പരുവത്തിൽ തന്നെ വറുത്തെടുക്കാൻ പറ്റും. ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മൾക്ക് കറക്റ്റ് പരുവത്തിന് തന്നെ വറുത്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കായപ്പൊടി, 1.5 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും കൂടെ ചേർത്ത് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ഉടനെ തന്നെ നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുളക് പൊടി എല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ട് ഉടനെ തന്നെ ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇല്ലാന്നുണ്ടെങ്കിൽ കട്ടിയുള്ള ചീനച്ചട്ടി ആയതുകൊണ്ട് ചൂട് തങ്ങി നിന്ന് ഇത് മൊത്തം കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നമ്മുടെ ഈ ഉഴുന്ന് എല്ലാം നല്ലതുപോലെ തണുത്ത ശേഷം ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഉഴുന്ന് മുളക് പൊടി ഇവിടെ റെഡിയായിട്ടുണ്ട്. ദോശയ്ക്കും ഇഡലിക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. ഉഴുന്ന് മുളക് പൊടി നല്ലപോലെ തണുത്ത ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വയ്ക്കാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.